ഞങ്ങൾ ചായ കുടിക്കാൻ പോവാണ് കേട്ടോ. പൗമീനെ അംഗനവാടിയിലാക്കി, വിഷ്ണുവിനെ ഉറക്കി, എല്ലാം ഒന്ന് സെറ്റായിട്ടാണ് പാറുവിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാതിരിക്കുക. അതിന് മുന്നേ ഞാൻ അവൾക്കൊരു 7-7:30 മണിയാകുമ്പം ഒരു ഗ്ലാസ് പാലിൽ ഒരു ന്യൂട്രീഷൻ ഡ്രിങ്ക് ഉണ്ട് കിഡ്സ്, അത് ഇട്ടിട്ട് രാവിലെ അത് കുടിപ്പിക്കും. എന്നിട്ട് അവളെ കിടത്തി ബാക്കിയെല്ലാം സെറ്റാക്കിയിട്ടാണ് സമാധാനത്തിലേ അവൾക്ക് ഭക്ഷണം കൊടുക്കാനിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് ദോശയുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാനും ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി നല്ല എളുപ്പത്തിൽ ചൂടോടുകൂടി കുടിക്കും കേട്ടോ. ആ സമയത്താണ് ഒന്ന് കാമാവുന്നത്. രാവിലത്തെ തിക്കും തിരക്കും ഒട്ടപ്പാച്ചിലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കാമായി ഇരുന്നിട്ടാണ് അവൾക്ക് ചായ കൊടുക്കാനിരിക്കുക കേട്ടോ. രാവിലെ ഞാൻ പറഞ്ഞില്ലേ പാല് കൊടുത്ത് കിടത്തുന്നു. അപ്പോൾ പാല് കൊടുത്ത് കിടത്തി കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ ഒരു മരുന്ന് ക്ലോവിയം അത് കുടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ കൊടുക്കും കേട്ടോ. പിന്നെ ചായ കുടിക്കുന്നതിന് മുന്നേ അടുത്ത മരുന്ന് കൊടുക്കും. പിന്നെ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് അടുത്ത മരുന്ന് കൊടുക്കും. അങ്ങനെയാണ് കേട്ടോ. എല്ലാം ഒരു പാറ്റേണിൽ പോകണം. ഞങ്ങളൊരു റൂട്ടീൻ ഞാൻ അങ്ങനെ സെറ്റാക്കി വെച്ചതാണ്. അല്ലെങ്കിൽ ഓരോ മരുന്ന് കൊടുത്തോ കൊടുത്തില്ലേന്ന് എനിക്ക് തന്നെ ഡൗട്ടാവും. അപ്പോൾ ഞാൻ ഇങ്ങനെ വർഷങ്ങളായിട്ട് ഇതേ ഒരു പാറ്റേണാണ് ഫോളോ ചെയ്ത് വരുന്നത്. അപ്പോൾ പിന്നെ മരുന്ന് കൊടുക്കണ കാര്യത്തിൽ മറന്നും പോവില്ല. ടൈമും ഏകദേശം ഒരേ കണക്കിൽ തന്നെയാവും കേട്ടോ. ഈ അപസ്മാരത്തിൻ്റെ മരുന്ന് കുടിക്കുമ്പോൾ കൃത്യസമയത്ത് കൊടുക്കണം, ഓരോന്ന് ഇത്ര ഇടവിട്ട് കൊടുക്കണം, അങ്ങനെ അപസ്മാരം വരുന്നതിന് കുറവുണ്ടാവും എന്നൊക്കെ പറയണ ഡോക്ടർമാർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രകാരമാണ് ഞാനിങ്ങനെ ഓരോ ടൈമും ഓരോ പാറ്റേണും ആക്കി ഇങ്ങനെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് വരുന്നത് കേട്ടോ. പക്ഷേ എന്നാലും അവൾക്ക് അപസ്മാരം വരും, അത് വേറെ കാര്യം. പിന്നെ പാറുവിന് ഫുഡ് കൊടുക്കുമ്പോൾ കുത്തനെ ഇരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോരോ പൊസിഷൻ ഇങ്ങനെ ട്രൈ ചെയ്ത് വരുന്നത് കേട്ടോ. ഓരോ നേരത്തെ എനിക്ക് കംഫർട്ടബിൾ ആയതാണോ തോന്നുന്നത് ആ ഒരു രീതിയിലാണ് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് എനിക്കിപ്പോൾ സമയം കിട്ടുന്നില്ല. സത്യം പറഞ്ഞ ഒരു 3 മാസമായിട്ട് പാറുവിന് എന്താ ഇങ്ങനെ ഓരോരുത്തർക്ക് മാറി മാറി മെയ് പാതി തൊട്ടിട്ടേ ഇങ്ങനെ അസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക. ഒന്ന് വന്ന് മാറി വരുമ്പോഴേക്കൊരു ഒരാഴ്ച ഗ്യാപ്പ് വരുമ്പോഴത്തേനും അടുത്ത അസുഖം വരും. അങ്ങനെ 2 പ്രാവശ്യം ഹോസ്പിറ്റലൈസ്ഡ് ആയി ഒക്കെ കഴിഞ്ഞ് ഒന്നങ്ങോട്ട് റിലാക്സ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ട് വീഡിയോ ഓരോ കാര്യങ്ങൾക്കും എടുക്കാൻ പറ്റിയില്ല. കുറേ ഐഡിയകളുണ്ട് മനസ്സിൽ, ഓരോരോ വീഡിയോ ക്യാൻസലും PMR-ഉം REICയും ഒക്കെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇടാനുള്ള പ്ലാനിങ് ഒക്കെ മനസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എക്സിക്യൂട്ട് ചെയ്യാനുള്ള സമയം കിട്ടണില്ല. ഇപ്പോൾ അവളിപ്പോൾ മരുന്ന് കുടിച്ചതിനോട് 2 മിനിറ്റ് കഴിയട്ടെ എന്ന് വെച്ചിട്ടാട്ടോ ഞാൻ ഫുഡ് കൊടുക്കാതിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ്. പിന്നെ ഇങ്ങനെ അസുഖങ്ങളായത് കാരണം എൻ്റെ മാലാവള ജ്വല്ലറി സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ളതൊക്കെ അവിടെ സ്റ്റക്ക് ചെയ്ത് നിൽക്കുക. ഓണായിട്ട് ഞാൻ കുറേ പുതിയ കളക്ഷൻസ് ഉണ്ടാക്കണം, ഓണം സെയിൽസ് നടത്തണം എന്നൊക്കെ വിചാരിച്ചതാണ്. ഒന്നും തൊടാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഉണ്ടാക്കി വെച്ചത് തന്നെ എനിക്ക് മാർക്കറ്റിംഗ് ചെയ്യാനുള്ള ഒരു കാര്യങ്ങളും ചെയ്യാനും പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു മൈൻഡും വരുന്നില്ല ഇങ്ങനെ അസുഖമായിട്ട്. അപ്പോൾ ഒക്കെ ഒന്ന് സെറ്റായിട്ട് വേണം ചെയ്തു തുടങ്ങാൻ. ഞങ്ങൾക്ക് ദോശയാട്ടോ. അന്ന് പാറുവിന് ഞാൻ നല്ല നെയ്യിട്ട് ചുട്ടെടുത്ത ദോശയാണ്. അതിൽ അവൾക്ക് കഴിക്കാൻ ഇത്തിരി ടേസ്റ്റ് തോന്നാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി തേൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. തേനുണ്ടെങ്കിൽ അവൾ ഇത്തിരി വേഗം കഴിക്കും. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ആവുന്നത് ഈ ഒരു ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലാണ്. അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളെ വീഡിയോ എടുക്കലും അങ്ങോട്ട് ഒപ്പിക്കാനും വിചാരിച്ച്. ഒന്നാമത് മക്കൾക്ക് ഫുഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈമുള്ള, കുറച്ച് ക്ഷമ വേണ്ട പരിപാടി തന്നെയാണ്. പക്ഷേ പാറുവിനെ സംബന്ധിച്ച് അത് കുറച്ചുകൂടി കൂടുതൽ വേണം. വിഷ്ണുവും ഭൗമിയൊക്കെ അവർക്ക് വിശക്കുന്നുണ്ടെങ്കിൽ വന്ന് ചോദിക്കും. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി, ദോശയ്ക്കാണെങ്കിൽ ഉണ്ടാക്കി പ്ലേറ്റിൽ വെച്ച് കൊടുത്താൽ അവർ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ച് അവരെ കാര്യം നോക്കി പോയിക്കോളും കേട്ടോ. ഇനി എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ മാത്രമേ ശീലക്കേട് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ അവരെന്നെ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലൊക്കെ അവരെന്നെ നോക്കിക്കോളും. പിന്നാലെ നടന്ന് തീരേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ എല്ലാം കൂടി കൂട്ടിയിട്ട് നമ്മൾ ആ സമയം മുഴുവൻ പാറുവിൻ്റെ കൂടെ ഇരിക്കണം. അങ്ങനെയാണ്. അപ്പോൾ പാറുവിനെ ഒന്നാമത് ചവയ്ക്കാനും ഇറക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും തരിപ്പ് പോവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടും ഒക്കെ സാവധാനം ക്ഷമയോടെ ചെയ്യാൻ പറ്റുള്ളൂ. അതും ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ നമുക്ക് 1 മണിക്കൂർ വേണം. ഇപ്പോൾ രാവിലത്തെ പാല് ഞാൻ അവൾക്ക് കൊടുക്കുമ്പോൾ ആകെപ്പാടെ ജഗപുകയിലുള്ള സമയമായിരിക്കും. അപ്പോൾ പാല് അവളൊരു 10-15-20 മിനിറ്റിൻ്റെ ഉള്ളിൽ കഴിക്കും. കുറച്ചല്ലേ ഉള്ളൂ. അതിങ്ങനെ സ്പൂൺ ബൈ സ്പൂണായിട്ട് ഇങ്ങനെ കൊടുക്കണം. അവൾ ഗ്ലാസ് കൊണ്ട് കുടിക്കാൻ അറിയില്ലല്ലോ. ബോട്ടിലാക്കി കൊടുത്താലും അവൾ അങ്ങനെ കൃത്യമായിട്ട് കുടിക്കുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ സ്പൂൺ വെച്ചിട്ട് പിന്നെ ഒഴിച്ചു കൊടുക്കുക. ചിലപ്പോൾ സ്പൂൺ വയ്ക്കുമ്പോൾ അവളിങ്ങനെ ഇപ്പുറത്തൂടെ ആക്കിയിട്ട് പുറത്തേക്കൊക്കെ ആക്കും.
അപ്പോൾ അതൊന്നും നമ്മളെ എണ്ണത്തിൽ കൂട്ടാൻ പറ്റില്ല. അങ്ങനെയാണ് കാര്യങ്ങൾ. ഞാൻ നമ്മളെ കോഴിക്കോട് ഫ്രീ ആയിട്ട് തെറാപ്പി കിട്ടുന്ന കുറേ സ്ഥലങ്ങളുണ്ടല്ലോ. ഞങ്ങൾ പാറോന്ന് സ്റ്റാർട്ട് ചെയ്തത് PMR എന്നായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഓരോന്നിനെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് നമുക്ക് അങ്ങോട്ടേക്ക് റെഫർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് കാണിക്കേണ്ടത്, എങ്ങനെയാണ് തെറാപ്പി എങ്ങനെയൊക്കെയാണ് കിട്ടുക, അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. ചെയ്യാം കേട്ടോ, എല്ലാം ഒന്ന് കാമാവട്ടെ എന്നിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ നിരാമേൻ്റെയിൽ ഇപ്പോഴും ഓരോരുത്തർ ഇങ്ങനെ ഡൗട്ടൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴും 2-3 വീഡിയോ ഞങ്ങൾ നിരാമേൻ്റെ തന്നെ ഇട്ടു, എന്നാലും എല്ലാവർക്കും അതും കൂടി ക്ലിയർ ആയിട്ടില്ലാന്ന് തോന്നുന്നു. അതിൽ കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാവും കേട്ടോ. നമ്മളൊരു തവണ ചെയ്ത് നോക്കിയാൽ കുറേ കാര്യങ്ങൾ മനസ്സിലാവും. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഞാനിങ്ങനെ ചെയ്ത് അയക്കാൻ തുടങ്ങി, അവരിങ്ങനെ വിളിച്ച് ശല്യം ചെയ്യാൻ തുടങ്ങി. പിന്നെ എനിക്ക് അക്കൗണ്ടിലേക്ക് കാശ് വരാൻ തുടങ്ങിയതൊക്കെയാണ് എനിക്ക് കാര്യങ്ങൾ എങ്ങനെയാണെന്നൊന്നും ബോധ്യപ്പെട്ടത് കേട്ടോ. പിന്നെ നമ്മൾ ഏതെങ്കിലും സ്പെഷ്യൽ സ്കൂളോ ട്രസ്റ്റുകളൊക്കെ വഴി ചെയ്യുകയാണെങ്കിൽ അവിടെ ഉള്ളവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിക്കാം. ഇനിയില്ല, നമുക്ക് കമൻറ്റ് ബോക്സിൽ വരുന്ന ഡൗട്ടിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് അതും ഓക്കെ അല്ലെങ്കിൽ അതിലുള്ള നമ്പറിൽ, ഞങ്ങളുടെ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പാറുവിന് ഈ ദോശ ഇഡ്ഡലിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് വിഷ്ണുവിനൊക്കെ ഇഷ്ടമാണ് ദോശ. മുരിമുരി ദോശ വേണമെന്ന് പറയും. അപ്പോൾ ഞാൻ നെയ്യിട്ട് നൈസാക്കി ഇങ്ങനെ മുരിച്ചു കൊടുത്താൽ അവരത് കഴിച്ചോളും. പാറുവിന് പിന്നെ അത്ര അങ്ങനത്തെ ക്രിസ്പി ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനൊന്ന് ഇത്തിരി വെള്ളം ഒഴിച്ച് പുതർത്തിയിട്ടാണ് കൊടുക്കുക. കുറച്ച് സമയം പിടിക്കും കേട്ടോ. കുറച്ച് ലെങ്തി പ്രോസസ്സാണ് നമ്മളിത് ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്ന് പറയുന്നത്. ഞാൻ ഇങ്ങനെ അവർക്ക് എന്ത് ഫുഡ് കൊടുക്കുകയാണെങ്കിലും അത് കഴിക്കാൻ ബുദ്ധിമുട്ടാന്ന് കാണുമ്പോൾ ഇങ്ങനെ വെള്ളത്തിൽ കുത്തിയിട്ട് അവക്കനെ കുടിക്കാൻ എടുക്കുന്ന വെള്ളത്തിൽ ഒന്ന് കുത്തി ഡിപ്പ് ചെയ്ത് പുതർത്തിയിട്ട് കൊടുക്കും കേട്ടോ. അത് കണ്ടിട്ട് വിഷ്ണുവിനും ഭൗമിക്കും ഇപ്പം അങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടതെന്നൊരു ധാരണയാണ്. അവരും വെള്ളം വാങ്ങി അതിൽ കുത്തിയിട്ടാണ് കഴിക്കുക. ശരിക്കും അവരും കുറേയൊക്കെ സാക്രിഫൈസ് ചെയ്യണം കേട്ടോ. നമ്മളെ വീട്ടിൽ ഇങ്ങനെ ഒരു മോളുണ്ടാവുമ്പോൾ കൂടെയുള്ള സിബ്ലിങ്സ് ആയാലും അവർ ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യണ്ടേ. അവർക്ക് വേണ്ടിയിട്ട് എനിക്കൊരു കാര്യങ്ങളും കാര്യമായിട്ട് ചെയ്തു കൊടുക്കാനൊന്നും പറ്റാറില്ല. ഒക്കെ ഒരു തട്ടിക്കൂട്ട് മാതിരി ചെയ്ത് തീർക്കുക എന്നല്ലാതെ. ഉറങ്ങുക, ഇത് ഇതിൻ്റെ ഉള്ളിൽ പാറു ഉറങ്ങിപ്പോവും. ഇനി ഇങ്ങനെ മയങ്ങി കിടക്കണ അതിൽ കിടക്കും ഒക്കെ ചെയ്യും കേട്ടോ. കുറേ ഉടായ്പകളൊക്കെ അവളെ ഭാഗത്തുനിന്ന് വരും. മധുരമുള്ള കാര്യങ്ങൾ ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ പായസമൊക്കെ ആക്കി കൊടുക്കും. പഴം നെയ്യിട്ട് വാട്ടി കൊടുത്താലൊക്കെ കഴിക്കാൻ ഇഷ്ടം കേട്ടോ. എങ്ങനെയായാലും ഇത്തിരി സമയം വേണമെന്നേ ഉള്ളൂ. പിന്നെ എത്രയൊക്കെ സമയം എടുത്ത് കഴിച്ചാലും ഇവരുടെ ശരീരത്തിലെത്തുന്ന ക്വാണ്ടിറ്റി കുറവാണല്ലോ. സാധാരണ ഈ പ്രായത്തിലുള്ള മക്കൾ കഴിക്കുന്ന അത്രയും ഫുഡ് ഇവർ അബ്സോർബ് ചെയ്യുന്നില്ല. അപ്പോൾ അതിലൂടെ തന്നെ കിട്ടുന്ന വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീൻസും കാൽസ്യം അയണും ഒക്കെ ഇവരുടെ ശരീരത്തിന് കുറവാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ സപ്ലിമെൻ്ററി ആയിട്ട് മരുന്ന് വഴി കൊടുക്കണം കേട്ടോ. കൊടുക്കുക. ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ കുറവാണെന്ന് കാണുമ്പോൾ ഇപ്പോൾ അതാ കാൽസ്യത്തിൻ്റെ സിറപ്പും അയണും കൊടുക്കാറുണ്ട്, മൾട്ടി വൈറ്റമിൻ കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഭക്ഷണത്തിലൂടെ അവർക്ക് ഭക്ഷണം കഴിക്കുന്നതെന്നല്ലാതെ ഭക്ഷണത്തിലൂടെ അവർക്ക് കാര്യമായിട്ട് അങ്ങനെയൊന്നും കിട്ടുന്നില്ല. ഞാനിപ്പോൾ അവർക്ക് മീനും പാലും മുട്ടയും ചിക്കനും ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒക്കെ കുറവാണ് അവിടെ അബ്സോർബ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ സാധാരണ പാറുവിനും ഭൗമിക്കും വിഷ്ണുവിനൊക്കെ ആണെങ്കിൽ ചോറ് കൊടുക്കുമ്പോൾ ചോറിൻ്റെ കൂടെ ഒരു മുട്ട പുഴുങ്ങിയിട്ടോ വറുത്തിട്ടോ മീനൊക്കെ അങ്ങനെ കൊടുത്താൽ അവർ അതിൻ്റെ കൂടെ അതങ്ങനെ അങ്ങനെ കഴിച്ചു പോകില്ലേ. പക്ഷേ പാറുവിനിപ്പോൾ ഒരു പുഴുങ്ങിയ മുട്ട കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു നേരത്തെ ഫുഡാണ്. അതിനൊരു നമ്മൾ 1/4 മണിക്കൂർ എടുക്കണം. അപ്പോൾ പിന്നെ ഒരു നേരത്തെ ഫുഡ് കഴിക്കേണ്ട സമയം അതിനായി. അപ്പോൾ അന്നത്തെ ഒരു നേരത്തെ ഭക്ഷണം അതാവും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എത്രയൊക്കെ ട്രൈ ചെയ്ത് ഫുൾ ടൈം ഇവരോടെ ഇങ്ങനെ ഫുഡ് കൊടുക്കാനായിട്ട് ഇരുന്നാലും കഴിക്കാൻ ഇൻട്രസ്റ്റ് കാണിക്കില്ല. അത്രയും വിശന്നാൽ കരയും. ഇവള് വേറെ വേണം വേണ്ട അത് വേണം അങ്ങനത്തെ കമ്മ്യൂണിക്കേഷനൊന്നും ഇല്ലല്ലോ. വിശന്നാൽ കരയും. അത് ഞാൻ മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ ഓരോ നേരത്തെ ഫുഡ് കഴിക്കുമ്പോഴും ഇപ്പോൾ ദോശ ഞാൻ ഇപ്പോൾ 2 ദോശ അവൾക്ക് എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ അത് 2 മുഴുവൻ കഴിക്കും, ചിലപ്പോൾ 1.5 കഴിക്കും, ചിലപ്പോൾ 1 കഴിക്കുള്ളൂ. വേണ്ടാതെയായാൽ പിന്നെ ഇങ്ങനെ തലതിരിക്കും, പിന്നെ തീരെ കഴിക്കാൻ കൂട്ടത്തില്ല. അപ്പോൾ അത് കഴിച്ചാൽ ഈ നേരം ഇത്ര ഭക്ഷണം കഴിച്ചാൽ പിന്നെ അവൾക്ക് എത്ര നേരം കഴിയുമ്പോൾ വിശക്കും എന്നുള്ളത് എനിക്കൊരു ധാരണ ഉണ്ട്. അപ്പോൾ ആ വിശപ്പ് വരുന്നതിന് മുന്നേ
ഞാൻ അടുത്ത ഫുഡ് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുക. സാധാരണ ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ കൂടുമ്പോൾ ഇങ്ങനെ ഫുഡ് കൊടുക്കും. അപ്പോൾ ഇനി എന്തെങ്കിലും കാരണവശാൽ ഞാൻ കൊടുത്തില്ല, അവൾ ഉറങ്ങിട്ടാണ്, അപ്പം ഇനി ഉറങ്ങി എണീറ്റോട്ടെ എന്നൊക്കെ വിചാരിച്ച്, അല്ലെങ്കിൽ നമ്മൾ പുറത്താണ് ആ സമയത്ത് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ നല്ലോണം വിശന്ന് അവൾ കരയും. കരഞ്ഞാൽ പിന്നെ അവൾക്ക് തന്നെ അറിയില്ല വിശന്നിട്ടാണ് കരയുന്നത്, ഭക്ഷണം കഴിക്കണമെന്ന് അറിയില്ല. പിന്നെ ഭയങ്കര കരച്ചിലായിരിക്കും. ആ കരച്ചിലിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഭക്ഷണം കൊടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പിന്നെ അവളെ വയറ്റിൽ എന്തെങ്കിലും എത്തി വിശപ്പ് മാറിയെന്ന് കണ്ടാലേ പിന്നെ അവൾ കരച്ചിൽ നിർത്തുള്ളൂ. അപ്പോൾ പിന്നെ ആ ഒരു സിറ്റുവേഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പരമാവധി അവൾക്ക് അങ്ങനെ വിശന്ന് കരയേണ്ട ഒരു സമയം ഉണ്ടാക്കാറില്ല. കാരണം ഉണ്ടാക്കിയാൽ പിന്നെ അത് ഡബിൾ പണിയാണ്. അക്കു ഡിസ്ചാർജ് ആയിട്ടോ. പിന്നെ കഴിഞ്ഞ വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ ആണ് ഡിസ്ചാർജ് ആയത്. അവനെ കാണാൻ ഈ ഞായറാഴ്ച കാണാൻ പോകണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ പാറുന്നൊരു ശീലക്കേട് ഉള്ളതുകൊണ്ട് ഞങ്ങൾ പോയില്ല. വിഷ്ണു നല്ല ഉറക്കാട്ടോ. പാറു കഴിച്ച് കഴിഞ്ഞ് വിഷ്ണു എണീക്കുന്നതിന് മുന്നേ വേണം ബാക്കിയുള്ള പരിപാടി. അലക്കൽ, പാത്രം, രാവിലത്തെ ഇതൊക്കെ ഉണ്ടാക്കിയതൊക്കെ പാത്രം കഴുകാനൊക്കെ ഉണ്ട്. അതൊക്കെ കഴുകി കിടക്കൊക്കെ തട്ടിക്കുടഞ്ഞ് വിരിച്ച് ഒക്കെ വൃത്തിയാക്കി വരും. വിഷ്ണു എണീക്കുമ്പോഴേക്കും ഒക്കെ സെറ്റാക്കണം. ഓണൊക്കെ ആയല്ലോ അല്ലേ? എല്ലാവരും പൂവിടാൻ തുടങ്ങിയിട്ടുണ്ടാവുമല്ലേ? ഞങ്ങൾ പൂവിടുന്നതേ ഓർമ്മ ഉണ്ടാവുകയുള്ളൂ. ഞാനൊരു ഭാഗത്തുനിന്ന് പൂവിട്ട് തുടങ്ങുമ്പോഴത്തേനും ഇവർ രണ്ടുപേരും കൂടി ഒരു ഭാഗത്തുനിന്ന് പൂവിട്ടത് വാരാൻ നിൽക്കും കേട്ടോ. ശിവപൂതിക്ക് വെക്കുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. കിണ്ടി മലകി വെക്കുക എന്ന് തന്നെയുള്ളൂ, പിന്നെ കാണില്ല. ഒരു കിണ്ടി എറിഞ്ഞെറിഞ്ഞ് ഓട്ടയാക്കി. ഇനിയിപ്പോൾ ഒരു കുഞ്ഞി കിണ്ടി നമ്മൾ പൂജാമുറിയിൽ വെക്കുന്ന ഒരു കുഞ്ഞി കിണ്ടിയാണ് ബാക്കിയുള്ള അത്രയും ദിവസം വെച്ചിട്ടുണ്ടായിരുന്നത്. അതും കൊണ്ട് നടക്കൽ തന്നെയാണ് പണി. ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ പൂവിൻ്റെ മേലെയായിരിക്കും അടുത്ത പരിപാടികൾ. പാറോട്ടിയെ ഞാൻ പാറുവിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണിക്കാഞ്ഞിട്ടാണ് കേട്ടോ. കാരണം മക്കളെ കാണിക്കുന്ന അധിക വീഡിയോയും യൂട്യൂബ് തന്നെ കമൻറ്റ് ഓഫാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നെ പാറുവിനെ കാണിക്കാത്തത്. സോളോയിങ് ഒക്കെ കുറേ ചെയ്തിട്ടുണ്ട് കേട്ടോ, കുറേ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതങ്ങോട്ടേക്ക് ഇതാവുന്നില്ല. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓരോന്ന് ട്രൈ ചെയ്തുകൊണ്ടിരുത്താലും അവിടെ അങ്ങോട്ട് നമ്മളൊന്നും കഴിക്കുന്ന മാതിരി അത്ര സ്പീഡിൽ കഴിക്കാനോ ചവയ്ക്കാനോ ഇറക്കാനോ ഒന്നും നമുക്ക് പറ്റുന്നില്ല. നമ്മൾ മൈസൂരായിരുന്ന സമയത്ത് ഗൗതം സാർ എടുത്തുന്ന തെറാപ്പി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവളിങ്ങനെ ഊതാനും ഇങ്ങനെ ചുണ്ടോണ്ട് വലിക്കാനൊക്കെ ഉള്ള ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ ഓരോ അസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒക്കെ ഡൗൺ ആവും. ഏറ്റവും വലിയ പ്രശ്നം അതാണ്. നമ്മൾ എത്രയും പരിശ്രമിച്ച് ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ഓരോ കാര്യങ്ങളും ഒരു ചെറിയ അസുഖം വരുമ്പോഴേക്കും ഫുള്ളായിട്ട് ഡൗൺ ആവും. അതിൻ്റെ കൂടെ അപസ്മാരം കൂടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ഇത് തന്നെ ഒരു പരിപാടി പിന്നെയും. അപ്പോൾ പിന്നെ സോളോയിങ് ഒന്നും ചെയ്യാനുള്ള ഒരു സമയം കിട്ടാറില്ല. വിഷ്ണുവും പൗമിയും കൂടി ആയാലും ആ കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് ചെയ്തു കൊടുക്കുന്നത്. പിന്നെ അസുഖമാണ്, പതിക്കും അസുഖങ്ങളാണ്. ഇനി ഈ ക്ലൈമറ്റിൻ്റെ ആണോ എന്നറിയില്ല കേട്ടോ. ഇങ്ങനെ മഴയും വെയിലും മാറി മാറി വന്നുകൊണ്ടിരിക്കുകയല്ലേ, അതിൻ്റെതാണോ എന്നറിയില്ല. അപ്പോൾ ജൂലൈ മാസത്തിൽ തന്നെ ഒരു തവണ ന്യൂമോണിയ വന്ന് അഡ്മിറ്റായി. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേനും മീസൽസ് വന്ന് അഡ്മിറ്റായി. 2 ആഴ്ചേൻ്റെ ഗ്യാപ്പിൽ പിന്നെയും ഒരു മാസത്തിൽ തന്നെ. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഇങ്ങനെ കുഞ്ഞു പനികളായിട്ട് ഇടക്കിടക്ക് മാറി മാറി പനിക്കും. പാറു മരുന്നൊക്കെ കുടിക്കാനുണ്ട്. എന്തേ വിഷ്ണു ഉറങ്ങുന്ന സമയത്തേ പാറുവിന് ഇങ്ങനെ ഫുഡ് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെ അവനും കൂടി ഞങ്ങളെ മേലെ കയറി കുത്തി മറിഞ്ഞ് അവൾക്ക് കുടിക്കാൻ എടുക്കുന്ന വെള്ളം എടുത്തുകൊണ്ടുപോകും, പ്ലേറ്റ് എടുത്തുകൊണ്ടുപോകും. അങ്ങനെയൊക്കെയാണ് പരിപാടി. പൗമിയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട. പൗമി അംഗനവാടി ഇല്ലാത്ത ദിവസം ഈ മാസമാണെങ്കിൽ കുറേ മഴ പെയ്തിട്ട് ലീവായല്ലോ. അപ്പം എല്ലാം കൂടി ഒരു ജഗ്ഗ പുകയായിരുന്നു. പാറുവാ ഉറക്കം മാറിയില്ല? ഉറക്കം മാറിയിട്ടില്ലേന്ന്?
പാറു ഇരുന്ന് മയങ്ങുകയാണ് കേട്ടോ. കണ്ണടച്ചിട്ട് ഞാൻ വിളിക്കുമ്പോൾ കണ്ണ് തുറന്ന് നോക്കുന്നുണ്ട്, വായിലിടുന്നുണ്ട്. നമ്മളിപ്പോൾ 1 സ്പൂണ് വെള്ളം പാറുവിൻ്റെ വായിൽ വെച്ച് കൊടുത്താൽ അതിൽ 1/2 സ്പൂണ് പുറത്തേക്ക് പോകും, ബാക്കി 1/2 സ്പൂണേ അവളെ വയറ്റിലേക്ക് എത്തുള്ളൂ. അപ്പോൾ നമ്മൾ 1 ഗ്ലാസ് വെള്ളം അവളെ കുടിപ്പിച്ചു എന്ന് കണക്കാക്കണമെങ്കിൽ 2 ഗ്ലാസ് വെള്ളമെങ്കിലും എടുക്കണം. അത്രയൊന്നും കുടിക്കില്ല കേട്ടോ, കുറച്ചായിട്ടേ കുടിക്കുള്ളൂ. എന്നിട്ട് ഞാനിങ്ങനെ ഇടക്കിടക്ക് വെള്ളമാക്കി കൊടുക്കുക. വെള്ളം നേരിട്ട് അവൾക്ക് വെള്ളമായിട്ട് കുടിക്കാൻ അത്ര വലിയ ഇഷ്ടമല്ല കേട്ടോ. പിന്നെ കാരക്കൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാരക്ക കുതിർത്തിട്ടിട്ട് അതിങ്ങനെ അടിച്ചു കൊടുക്കും, അപ്പോൾ അതിന് മധുരം ഉണ്ടാവുമല്ലോ. പിന്നെ ഉണക്കമുന്തിരി ഉണ്ടെങ്കിൽ അത് വെള്ളത്തിലിട്ട് അടിച്ചു കൊടുക്കും. പിന്നെ ജ്യൂസ് ഐറ്റംസ് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ മധുരം ഇടാതെ വെറുതെ ജ്യൂസാക്കി കൊടുക്കും. പിന്നെ ഒട്ടും മധുരമില്ല അവൾ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് തേൻ ഒഴിച്ചിട്ട് അടിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെയാണ് വെള്ളം. പിന്നെ പാല്, പിന്നെ നേരിയ കടുപ്പട്ട് ചായ ആക്കി കൊടുക്കും. ചായ പാലിട്ട ചായ കേട്ടോ, അങ്ങനെ ആക്കി കൊടുക്കും. അങ്ങനെയൊക്കെ ആകുമ്പോഴേ വെള്ളം എന്തെങ്കിലുമൊക്കെ വയറ്റിലെത്തുള്ളൂ. അല്ലാതെ നേരിട്ടുള്ള വെള്ളം കൊടുത്താൽ അവിടെ അധികം തുപ്പിക്കളയുക ചെയ്യുക. എല്ലാ ഭക്ഷണവും തുപ്പ് തന്നെയാണ് ചെയ്യുക. ഒരു ദോശ എടുത്താൽ 1/2 ദോശയെ കൃത്യമായിട്ട് വയറ്റിലെത്തുള്ളൂ, ബാക്കിയുള്ള ഇങ്ങനെ തുപ്പി ഇങ്ങോട്ടാക്കി കഴിക്കും. ഇത് ശരിക്കും പാറു കഴിക്കുന്ന ഫ്രണ്ട് എന്നാ വീഡിയോ എടുക്കുന്നത് വെച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവും കേട്ടോ. ഞാൻ നിന്നത് കാണിക്കേണ്ടത് കഴിച്ചിട്ട് ഇത്തവണ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുമ്പോഴേ ഡോക്ടർ പറഞ്ഞ് ട്യൂബ് ഇടുന്നതാണ് നല്ലത്, നിങ്ങൾ ട്യൂബ് ഇട്ടോളൂ, എന്നാൽ അവൾക്ക് ഭക്ഷണം കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ വയറ്റിലെത്തുമല്ലോ, എന്നാൽ അത്രയും സമയവും വേണ്ട, അങ്ങനെ ആവുമല്ലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്കതങ്ങോട്ട് സേഫായിട്ട് തോന്നില്ല. ഒരു സൈഡ് ചിന്തിക്കുമ്പോൾ അതോ നല്ല കാര്യം കേട്ടോ. കാരണം ഈ തരിപ്പ് പോയിട്ടുള്ള ന്യൂമോണിയ വരില്ല. പിന്നെ ഫുഡ് സമയം നമുക്ക് കുറച്ചുകൂടി ലാഭിക്കാം. പിന്നെ എല്ലാ ഫുഡും അടിച്ച് ഇപ്പം ഞാനിപ്പോൾ ഒരു 5 നേരമാണ് നമുക്ക് ഭക്ഷണം കൊടുക്കുന്നത്. അത് നമുക്കൊരു 6 നേരമായിട്ടോ കുറച്ചുകൂടി നല്ല സാധനങ്ങൾ ആക്കി കൊടുക്കാം. പക്ഷേ വെയിറ്റ് കൂടാനും കുറച്ചുകൂടി ഹെൽത്തി ഒക്കെ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഞാനത് വേണ്ടാന്ന് പറഞ്ഞ ഒന്നാമത്തെ ഓപ്ഷൻ ഇവിടെ കൊണ്ടുവന്ന വിഷ്ണുവും ഭൗമിയും ഇതാക്കും, പാറുവിനെ ഡിസ്റ്റർബ് ചെയ്യും. അത് വലിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഇടയ്ക്കിടയ്ക്ക് ഇടാൻ പോകണം, അങ്ങനെയൊക്കെ കളിക്കണം. പിന്നെ നമ്മൾ ട്യൂബ് ഇടുമ്പോൾ നമ്മൾ വിചാരിക്കും ട്യൂബ് കൂടിയും കുറച്ച് കൊടുക്കാം, വായക്കൂടിയും കുറച്ച് കൊടുക്കാമെന്ന് വിചാരിക്കും. പക്ഷേ ട്യൂബ് ഇട്ടാൽ ഫുള്ളി നമ്മൾ ട്യൂബിൽ ഡിപ്പെൻഡൻ്റ് ആയി പോകും. പിന്നെ നമ്മൾ വായക്കൂടെ കൊടുക്കാൻ അങ്ങനെ ട്രൈ ചെയ്യില്ല. പിന്നെ ഇത്രയും കാലം നമ്മൾ ട്രൈ ചെയ്ത് കൊണ്ടുവന്ന് നമ്മൾ വായക്കൂടെ ചവയ്ക്കാനും കുറച്ചെങ്കിലും ഇറക്കാനും പഠിച്ചതൊക്കെ പിന്നെ ട്രൈ ചെയ്യാതെയാകും. മൂക്കിൽ കൂടെ കൊടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അതാണല്ലോ സുഖം, അതാണല്ലോ സേഫ് എന്ന് വിചാരിച്ച് അങ്ങനെ കൊടുക്കും. രണ്ടാമത്തെ കാര്യം അത്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യത ഉണ്ടാവും. ഇപ്പോൾ അക്കുവിനിപ്പോൾ ട്യൂബ് ഇട്ടിട്ട് 1 കൊല്ലമായി. അപ്പോൾ ട്യൂബ് ഇട്ട് 1 കൊല്ലമായപ്പോൾ അവന് കഴിഞ്ഞ തവണ അവൻ അഡ്മിറ്റ് ആയപ്പോൾ അവർ പറഞ്ഞു ഇനി ഇങ്ങനെ ട്യൂബ് മൂക്കിൽ കൂടെ ഇടുന്ന അധികം സേഫ് അല്ല, അവന് വയറ് ഹോളാക്കിയിട്ട് അതിലൂടെ ഇടാം, അതാണ് നല്ലതെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ ഇടുകയാണെങ്കിലും ഇവർ ബെഡ് റിട്ടൺ ആണല്ലോ, കിടക്കുന്ന പൊസിഷനാണല്ലോ, അപ്പോൾ ലീക്ക് ആവാനും ഇൻഫെക്ഷൻ ആവാനും ഒക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയൊക്കെ പറയുമ്പോൾ പേടിയാവും. അപ്പോൾ നമ്മൾ ട്യൂബ് ഇട്ടാൽ പിന്നെ നമ്മൾ അങ്ങനെ തന്നെ ആയി പോകില്ലേ. പിന്നെ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ സമയം എടുത്തിട്ടാണെങ്കിലും ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും വായക്കൂടെ കഴിക്കുന്നത് അങ്ങനെ കഴിക്കട്ടെ, പരമാവധി അങ്ങനെ കഴിക്കാൻ പറ്റുന്ന അങ്ങനെ തന്നെ പോകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഈ ട്യൂബ് ഇടുക എന്ന് പറയുമ്പോഴും ഓരോ സമയത്തും നമുക്ക് കൂടെ ട്യൂബ് ഇടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയല്ലേ. അത്രയും പറ്റാതെ അവൾക്ക് തീരെയും വായക്കൂടെ കഴിക്കാൻ പറ്റാതെ വരുന്ന സമയത്താണ് ഞാൻ ഓക്കെ ട്യൂബ് ഇടാമെന്ന് പറയുന്നത്. നമ്മൾ ട്യൂബ് ഇടുന്നത് നേരിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ട്യൂബ് ഇടണമെന്ന് പറയില്ല കേട്ടോ. പിന്നെ വേറെ ഓപ്ഷൻസ് ഇല്ലാത്ത സമയത്താകുമ്പോൾ പിന്നെ ഒന്നും ചെയ്യാനില്ലല്ലോ, ട്യൂബ് ഇടന്നെ വേണ്ടേ. എന്തായാലേ എന്തൊക്കെയായാലും പാറു കഷ്ടപ്പെടുന്നത് ഞാൻ തന്നെ നേരിട്ട് കാണണ്ടേ. നമുക്ക് കൂടെ ട്യൂബ് ഇടുകയാണെങ്കിലും പിന്നെ അവർക്കൊന്നും ഫ്രീ ആയിട്ട് കിടക്കാനൊന്നും പറ്റില്ല. കയ്യും കാലമൊക്കെ ഇടുമ്പോൾ അത് ട്യൂബ് ഇങ്ങനെ ഇളകി പോരുക ലൂസായി പോരുകയൊക്കെ ചെയ്താൽ അതിനനുസരിച്ച് പിന്നെയും ട്യൂബ് ഇടണം. അക്കുനിപ്പോൾ 2 ആഴ്ചയൊക്കെ കൂടുമ്പോഴാണ് ട്യൂബ് മാറ്റുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അവനിടയ്ക്ക് വലിച്ചു വരും, അപ്പോൾ പിന്നെയും ഇടും. പിന്നെ ഇത് ഫ്ലൂയിഡ് കൃത്യമായിട്ട് പോകുന്നില്ല, അടിയേട്ടം മടങ്ങി പോയിട്ടുണ്ടെങ്കിൽ പിന്നെയും അഴിക്കും, പിന്നെയും ഓടും. അങ്ങനെ
ഇതിപ്പം തല ഫുള്ള് എൻ്റെ കയ്യിലാണ് കേട്ടോ സപ്പോർട്ട് ചെയ്യുന്നത്. അവളിങ്ങനെ ബലം പിടിച്ച് ബാക്കോട്ട് ഉന്തും. അപ്പോൾ എനിക്ക് ഈ ഒരു സൈഡൊക്കെ നല്ലോണം വേദന എടുക്കും. ചിലപ്പോൾ അവൾ അടങ്ങി കിടന്നു വരും. അപ്പോൾ അങ്ങനെ കഴിച്ചു പോകും. പാറൂട്ടിയെ മോളെ പാറു നാവിൻ്റെ മൂവ്മെൻറ്റ് മുന്നോട്ടും ബാക്കോട്ടും ഇതാണ് അധികമുള്ളത്. ഇങ്ങനെ സൈഡിലേക്ക് അങ്ങനെ പോവുക, അങ്ങനെ മേലോട്ട് ടിപ്പിലേക്ക് പോവുക, അതൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണ ഫുഡ് കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മളിങ്ങനെ ഇങ്ങനെ ചവയ്ക്കുന്ന സമയത്ത് നാവ് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യും. അപ്പോൾ അതിനെക്കൊണ്ടാണ് ഫുഡ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റോൾ ചെയ്ത് നമ്മൾ ചവച്ചിറക്കുന്നത്. പക്ഷെ അവൾക്ക് ഈ ഒരു മൂവ്മെൻറ്റ് അവൾ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കുമ്പോഴും അവൾ ഫസ്റ്റ് നാവുകൊണ്ട് ഇങ്ങോട്ട് ഉന്തും. അപ്പോൾ വായിലേക്ക് പോകുന്ന ഫുഡ് അത്രയും മുന്നോട്ട് വരും. പിന്നെയും ഞാനതെടുത്ത് പിന്നെയും വായിലേക്ക് കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഒരു 50% ഉള്ളോട്ട് പോകും, 50% പുറത്തേക്ക് വരും. പിന്നെയും ഞാനതെടുത്ത് കൊടുക്കും. അപ്പോൾ അതിൻ്റെയും 50 ഉള്ളോട്ട് പോകും, പുറത്തേക്ക് വരും. അങ്ങനെയാണ് ഓരോ പിടി ഭക്ഷണവും വയറ്റിലെത്തുന്നത്. എന്തൊക്കെ കാര്യങ്ങളല്ലേ നാവിൻ്റെ മൂവ്മെൻറ്റ്, ചുണ്ടിൻ്റെ മൂവ്മെൻറ്റ്, ഇതൊക്കെ പാറു ആയേരെയാണ് കേട്ടോ അത്രയും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ശരീരത്തിൽ നടക്കുന്നുണ്ടെന്ന് ചിന്തിക്കാൻ വരെ തുടങ്ങിയത്. പാറുവിന് ചെയ്തു കൊടുക്കാനും മനസ്സിലാക്കാനും ഒക്കെ തുടങ്ങിയേരെ. പിന്നെ അവൾക്ക് ചുണ്ട് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കില്ല. അപ്പോൾ ചുണ്ടിൻ്റെ ഭാഗം ഭയങ്കര വീക്കാണ്. അപ്പോൾ ചുണ്ടുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെ വലിച്ച് കുടിക്കുക. ഗ്ലാസ് കൊണ്ടൊക്കെ നമ്മൾ വെള്ളം വെച്ച് കൊടുത്താൽ ഇങ്ങനെ ചുണ്ട് വെച്ചിട്ടല്ല വലിച്ച് കുടിക്കുന്നത്. അത് ചെയ്യാൻ പറ്റില്ല. സ്ട്രോ വെച്ചിട്ട് വലിക്കുന്നില്ല. അതൊക്കെ ഈ ചുണ്ടിൻ്റെ ആ ഭാഗം മസിൽസ് വീക്കായതുകൊണ്ടാണ്. പാറുവാ, ഞാൻ കഥ പറയണതിനോണ്ട് പാറു ഉറങ്ങുക. അമ്മേ കണ്ണ് തുറക്കേ. പ്രാർത്ഥനേ എന്തേ ക്ഷീണം എന്താന്ന് മരുന്ന് കുടിച്ചിട്ടാണോ? പാറൂട്ടിയെ മോളെ ഒരു ദോശയെങ്കിലും കഴിക്കണം മോളെ. ഞാനിങ്ങനെ ഈ സമയത്ത് പാട്ടൊക്കെ പാടി ഇവിടെ ഉറങ്ങാതെ പിടിച്ചിരുത്തണം കേട്ടോ. കാർട്ടൂൺ സോങ്സൊക്കെ വെച്ച് കൊടുക്കും, അല്ലെങ്കിൽ പാടി കൊടുക്കും. അന്നേരമാണ് ഇതായിക്കില്ല. പക്ഷേ വല്ലാതെ ഉഷാറായി അവൾ ചാടി കളിക്കും. അന്നേരം തീരെയും തിന്നില്ല. അതും ഇടങ്ങേറാവും. അപ്പോൾ ഒരു മീഡിയം ഇതിൽ അവളെ പറ്റിച്ച് അങ്ങനെ തീറ്റിക്കണം. ആരോ മോളെ പ്രാർത്ഥന എന്താ കഴിക്കണത്? പ്രാർത്ഥന കുട്ടി എന്താ കഴിക്കണത്? ദോശയാണോ? ദോശ പാറോ നമ്മൾ ഇവർക്ക് എന്ത് ചെയ്ത് കൊടുക്കുമ്പോഴും അത് ഇവരുമായിട്ട് ഇതുകൊണ്ട് ചായ ചൂടഞ്ഞു പോയിട്ട് ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പറഞ്ഞ് വേണോ, അത് വേണോ, ഇത് വേണോ, അങ്ങനെ ചോദിച്ച് പറഞ്ഞ് ചെയ്യണം എന്നാണ് കേട്ടോ. പാറുവാ ഞാൻ ഉറക്കം വിളിച്ചിട്ടുണ്ടെങ്കിൽ വിഷ്ണു ഇപ്പം എണീറ്റ് ഇങ്ങോട്ട് വരും കേട്ടോ. വിഷ്ണു എണീറ്റ് വന്നാൽ പിന്നെ നമുക്ക് തീരെയും തിന്നാൻ പറ്റൂലേ. പ്രാർത്ഥന മോളെ ചുണ്ടനും ചിണ്ടനും നാട്ടുകാരാണേ. കണ്ണുറന്നോ? പാട്ട് കേൾക്കുമ്പോൾ ഇത്തിരി കണ്ണ് തുറന്നു. ഞാൻ പാട്ട് നിർത്തിയെന്നല്ല, പതുക്കെ കണ്ണു അടച്ചാലും. ചുണ്ടനും ചിണ്ടനും നാട്ടുകാരാണേ. വേണ്ട, പിന്നെ ഏതാ വേണ്ട? കിയോ കുരുവിയാണോ? കിയോ ഞാനൊരു കുഞ്ഞിക്കുരുവി ഞാൻ. കിയോ കുരുവി ഞാനൊരു കുഞ്ഞിക്കുരുവി ഞാൻ. തേക്കുമരമേ കുഞ്ഞിക്കുരുവിക്ക്. എന്താ ആലോചിക്കണ എന്താ? വേഗം തിന്നൂട്. പാറു തിന്നണില്ല. സമയം എത്രയായി സമയം? വായത്തെ മുഴുവൻ അങ്ങോട്ടേക്ക് തന്നെയാണല്ലോ പോരണത്. ഇതാ ഒരു മരുന്നും കൂടി അമ്മ ഇവിടെ കുടിക്കാൻ വെച്ചിട്ടുണ്ട്. ഒക്കെ എൻ്റെ മേലും കൂടി നനയ്ക്കോ ഈ കണ്ണ് നല്ലോണം തുറന്നല്ലോ. മധുരമുണ്ടോ ദോശ?
പാറുവിന് വേണ്ടിയിട്ടല്ലേ അമ്മ നെയ്യൊക്കെ ഇട്ടത്. നെയ്യൊക്കെ ഇട്ടുണ്ടല്ലോ. വേണ്ടേ? തലതിരിക്കാൻ തുടങ്ങി. ഇന്നെന്തേ അരക്കഷ്ണമായിട്ടേ ഉള്ളൂ ദോശ, അപ്പോൾ തന്നെ തലതിരിക്കല. ചാടൽ തുടങ്ങി. ഇതാണ് ആക്റ്റീവ് ആയാലുള്ള കുഴപ്പം. തിന്നാൻ വേണ്ടിയിട്ട് അമ്മ പാട്ട് പാടിത്തരാന്ന് പറഞ്ഞേ കേട്ടോ. തിന്നാൻ വേണ്ടിയിട്ടാണ് അമ്മ പാട്ട് പാടിത്തരാന്ന് പറഞ്ഞത്, അല്ലാതെ ചാടി കളിക്കാനല്ല. കാക്കേ കാക്കേ കൂടെ വിട്, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ. ഉണ്ട്, ചിരി വരുന്നുണ്ടല്ലോ. കുഞ്ഞേ കുഞ്ഞേ നീ തരുമോ നിന്നുടെ കയ്യിലെ നെയ്യപ്പം. ഇല്ല തരില്ല നെയ്യപ്പം, അയ്യോ കാക്കേ പറ്റിച്ചേ. പാറുവാ പാറു. ഈ നെല്ലത്തേരി കഞ്ഞിയൊക്കെ വെക്കുന്ന സമയത്ത് ഒരു നേരം ഞാൻ കഞ്ഞിയായിട്ട് കൊടുക്കും കേട്ടോ. പിന്നെ കഞ്ഞി ബാക്കിയുള്ളത് വൈകുന്നേരം ശർക്കരയും തേങ്ങയും നെയ്യും ഒക്കെ ഇട്ടിട്ട് ചക്കരച്ചോറാക്കി കൊടുക്കും. അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ചെറുപയർ പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് ശർക്കര ഇട്ട് പായസം മാതിരിയാക്കി കൊടുക്കും. പച്ചരി ഇട്ടിട്ട് പായസം മാതിരിയാക്കി കൊടുക്കും. അതൊക്കെ അവർക്ക് കഴിക്കും. ഇത്തിരി മധുരം ഉണ്ടെങ്കിൽ കഴിക്കാൻ ഇഷ്ടമാണ്. അധികം ഞാൻ പഞ്ചസാര അങ്ങനെ ഉപയോഗിക്കാറില്ല. ശർക്കര ഇപ്പോൾ കുറച്ചിട്ട് ഞാൻ ഇത്തിരി തേന് കൂട്ടി വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. എന്തേ മേളക്കാക്കോ മതിയോ? അയ്യോ എന്താ ഇപ്പോൾ പാറ തിന്നത്? ഒന്നും തിന്നിട്ടില്ല. ഒന്നും തിന്നിട്ടില്ല. പ്രാർത്ഥന ഒന്നും തിന്നിട്ടില്ല. ഈ ഒരു ട്രിപ്പ് കഴിച്ച് കഴിയുമ്പോൾ കയ്യും കാലൊക്കെ തരുത്ത് മരവിച്ച് പോയിട്ടോ. പിന്നെ ആ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ നല്ലപോലെ കഴിക്കുകയാണെങ്കിൽ അങ്ങോട്ട് കഴിക്കട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ ഇങ്ങോട്ട് ഇരിക്കുന്ന തന്നെയാണ്. പാറൂട്ടിയേ പൗമി എവിടെ പോയി? പൗമി പോയല്ലോ. പൗമി അംഗനവാടി പോകുമ്പോൾ പാറുവിനോട് ബൈ ബൈ ഒക്കെ പറഞ്ഞിരുന്നല്ലോ. പാറു ബായ് കൊടുത്തിട്ടുണ്ടായിരുന്നോ പൗമി പെണ്ണിന്? ബായ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? മേലെ എഴുതണ്ടായിരുന്നു, തല കുളിക്കണ്ട, മേലെ എഴുതാൻ കേട്ടോ. പ്രാർത്ഥന ഹോയ് പ്രാർത്ഥന കുട്ടിയെ, ഹോയ് പ്രാർത്ഥന കുട്ടിയെ. എൻ്റെ ചായ ചൂടുണ്ട്. ഞാൻ ചായ കുടിക്കാൻ ഓർമ്മ. എനിക്ക് ചൂടുണ്ട് ചായ കുടിക്കാൻ ഇഷ്ടമുള്ള. ഞാൻ പാറ കഴിച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ചൂടാക്കി വീണ്ടും കുടിക്കുന്നതായിരിക്കും. എന്തേ ഇപ്പോൾ ഒരു ദിവസത്തെ ഒരു ലക്സ്വറി എന്താ പറയുക ആഗ്രഹിച്ചിരുത്ത് ആ ഒരു സമയം എന്ന് പറയുന്നത് ഈ ഒരു ചായ കുടിക്കുന്നത് കേട്ടോ. നല്ല ചൂടോടെ പാലൊഴിച്ച് ഒരു ഗ്ലാസ് ചായ കുടിക്കുന്നത്. പാറുവിന് വേണ്ടി വാങ്ങുന്ന ഒരു പാക്ക് 250 പാല് വാങ്ങും. അതിൽ പാറുവിനൊരു ഗ്ലാസ് ന്യൂട്രീഷൻ ഡ്രിങ്ക് ഉണ്ടല്ലോ, അതിട്ട് കുടിച്ച് കഴിഞ്ഞാൽ ബാക്കി ഒരു ഇത്തിരി പാലുണ്ടാവും. അതിന് ഞാൻ ചായ ഉണ്ടാക്കി കുടിക്കും. ചില ദിവസം പാല് വിഷ്ണു വേണമെന്ന് പറഞ്ഞാൽ വിഷ്ണുവിന് കൊടുക്കട്ടെ. വിഷ്ണുവിന് ഞാൻ അങ്ങനെ അങ്ങോട്ട് പാൽ കൊടുക്കാറില്ല. അവൻ മുലപ്പാൽ കുടിക്കുന്നതിനോട്
വേറെ പശുവും പാലൊന്നും കൊടുക്കാറില്ല. പൗമിക്ക് പിന്നെ അംഗനവാടിയിൽ നിന്ന് കുടിക്കും. അപ്പോൾ ഇവിടെ വാങ്ങുന്ന പാലൊന്നും തന്നെ അധികം കൊടുക്കാറ്. തെറാപ്പിക്ക് പോയി തുടങ്ങിയിട്ടില്ല കേട്ടോ. ഇവിടെ വരുന്നതും ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഞാൻ ഈ ആഴ്ച മുതൽ പോകാമെന്ന് വിചാരിച്ചതാണ്, ബുധനാഴ്ച മുതൽ. കഴിഞ്ഞ ആഴ്ച പോകണമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ നമ്മൾ ശനിയാഴ്ച ഓഗസ്റ്റ് 15 പോയി. അതിൻ്റെ മുന്നത്തെ ബുധനാഴ്ച കർക്കിടകവാവായിട്ട് ലീവായി. ബുധനും ശനിയാണ് CR ടെക്കിലും തെറാപ്പി ഉള്ളത്. അപ്പോൾ ആഴ്ച പോയി. ഈ ആഴ്ച മുതൽ പോകാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ നോക്കുമ്പോൾ ഇനി പാറുവിന് അടുത്തൊരു ശീലക്കേടും നേരെ ചെറിയ ചൂടൊക്കെ ആയിട്ട് വന്ന് തുടങ്ങുന്നുണ്ട്. മിക്കവാറും ഈ ബുധനാഴ്ചയും പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ പാലിയേറ്റീവ് കെയറിൻ്റെ 18 വയസ്സിന് മേലുള്ളവർക്ക് വീട്ടിൽ വന്നിട്ട് പാലിയേറ്റീവ് കെയർ ചെയ്യുന്നില്ലേ, അതേപോലെ കുട്ടികൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയ സെൻസസോ കണക്കെടുക്കോ അങ്ങനെ എന്തോ ആവശ്യത്തിന് വേണ്ടി 2 ദിവസം മുന്നേ കുറച്ച് വളണ്ടിയേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കിയോ എഴുതിയെടുത്തിട്ടൊക്കെ പോയിട്ടുണ്ട്. ഭാവിയിലേക്ക് നമുക്ക് ഇനി അങ്ങനെയും കൂടി ഒരു കെയർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ. നമ്മളിവർ പുറത്ത് കൊണ്ടുപോയി വലുതായി വരില്ലേ, അപ്പോൾ എത്രത്തോളം ഇനി ഇങ്ങനെ പുറത്ത് കൊണ്ടുപോയി തെറാപ്പി ചെയ്യാൻ പറ്റും, അത് എത്രത്തോളം പോസിബിളാണ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ വന്ന് ചെയ്യുന്ന തെറാപ്പി കുറച്ചുകൂടി കൂടുതൽ കിട്ടാൻ തുടങ്ങിയാൽ നല്ല കാര്യമായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അവരോട്. ഭാവിയിലേക്ക് അങ്ങനെ വല്ലതും വരുമായിരിക്കാം. അതൊന്ന് വെറും വെള്ളം മാത്രമാണല്ലോ കുടിക്കുന്നുണ്ടോ? ദോശ കഴിക്കാത്ത എന്താ? 2 ദോശ നമ്മ എടുത്തിട്ടുണ്ട് കേട്ടോ. 2ഉം കഴിക്കണം പാർവതി. ചട്ടിണി ഉണ്ട് കേട്ടോ. ചട്ടിണി കൂട്ടിയാൽ ചിലപ്പോൾ അവൾ തീരെയും കഴിക്കില്ല. അതായത് പിന്നെ ഒന്നും ചട്ടണി എടുക്കാത്ത. ചില ദിവസം ചട്ടണി കൂട്ടിയിട്ടാണ് കഴിക്കുക. ഇന്നത്തെ ഒരു മൂഡ് കണ്ടിട്ട് എനിക്ക് ചട്ടണി കൂട്ടി കഴിക്കുമെന്ന് തോന്നിയില്ല. അതാണ് ഞാനിത്തിരി തേനാക്കിയത്. ചെറുപയറും പട്ടാണിയും കടലയൊക്കെ കറി വെച്ചാൽ അതൊക്കെ കൂട്ടി കൊടുക്കാറുണ്ട്. പിന്നെ ഓരോ ദിവസം ഓരോ മൂടും ശീലക്കേടൊക്കെയാണ്. അപ്പം ഞാൻ അതിനനുസരിച്ച് മാറ്റിയിട്ടാണ് കൊടുക്കുക. ഞാൻ വെറുതെ ഒരു രാത്രി ഒരു കരച്ചിലൊക്കെ ഉണ്ട്. ഇപ്പോൾ എന്തോ ബുദ്ധിമുട്ടുണ്ടായിട്ടാണോ, എന്തെങ്കിലും അസുഖം വരാൻ പോകുന്നുണ്ടോ ഒന്നും പറയാനായില്ല. 2 ദിവസമായിട്ട് ഉറക്കമൊന്നും അത്ര അങ്ങോട്ട് കൃത്യമല്ല. സാധാരണ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ പാറു ഒരു 9 മണിയാകുമ്പോൾ അവളെ മരുന്ന് കുടിക്കലും തുടച്ച് ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് മാറ്റി കിടത്തിയാൽ പിന്നെ അവൾ അങ്ങനെ കിടന്നുറങ്ങിയാൽ പിന്നെ പിറ്റേ ദിവസം രാവിലെ 7:30 ആകുമ്പോൾ പാൽ കുടിക്കാൻ നേരം അപ്പോഴേ എണീക്കുള്ളൂ. അതുവരെ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ അവൾ നല്ലപോലെ ഉറങ്ങുന്ന ആളാണ്. ഇടയ്ക്ക് ഇങ്ങനെ ഓരോ കുഴപ്പങ്ങളാണ്. ഇങ്ങനെ ഉറക്കം തെറ്റാൻ തുടങ്ങിയോ അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കണം എന്തോ ഒന്ന് വരാൻ പോകുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ എന്തിൻ്റെ ഒരു മുന്നോടിയായിട്ടുള്ള ദിവസങ്ങളാണ് ഇപ്പോൾ 2-3 ദിവസമായിട്ട്. ആറോ, ഞാൻ ഇത്തിരി അവർക്ക് പാട്ട് വെച്ച് കൊടുക്കട്ടെ കേട്ടോ. എനിക്ക് പാടാൻ വയ്യ.